അത്ര പെട്ടെന്നൊന്നും സുധിയുടെ മനസ്സിൽ നിന്ന് അർച്ചനയുടെ മുഖം മാഞ്ഞു. തങ്ങൾ കരുതിയതുപോലെ ഒരു പെണ്ണല്ല അർച്ചനയെന്ന് തിരിച്ചറിയുന്ന നടരാജൻ. അവളൊരു നല്ല കുട്ടിയാണ്. ഒരു ഗുണ്ടയുടെ കയ്യിൽ താൻ അവളെ പിടിച്ചു കൊടുക്കരുത്. അർച്ചനയുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് രാജപ്പനോട് പറയുന്ന നടരാജൻ. കാണുമ്പോഴല്ലേ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നേ. അപകടത്തിൽപ്പെട്ട സുധിയെ ദിനേശൻ ആശുപത്രിയിലെത്തിക്കുന്നു. രാത്രി മഴ തുടരുന്നു. കാലിന് ഫ്രാക്ചറുണ്ട്, നെറ്റി കുറച്ച് മുറിഞ്ഞു. ഫ്രാക്ചർ അല്ലേ ഉള്ളൂ, കാലിലെ ഒടിവ് സഹിക്കാവുന്ന കാര്യമുള്ളൂ അളിയ. എന്തായാലും കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്ന് ആശ്വസിക്കാം. ആരുടെ ശാപം എന്റെ മോന് കിട്ടിയത്? എന്ത് ശാപം? സുധിയെ ശപിക്കാൻ ആരുള്ളത്? അശ്രദ്ധ കൊണ്ട് ഓരോന്നും സംഭവിക്കുന്നതിന് ഇല്ലാത്ത ന്യായീകരണമൊന്നും കൊടുക്കണ്ട. കുറച്ചു കഴിഞ്ഞ് അവനെ കാണാമെന്ന് പറഞ്ഞതല്ലേ. ജയന്തി, നീ ഒന്ന് സമാധാനപ്പെട്. നിന്ന് കരയാതെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്നേ. വാമേ. ആ നിൽക്കുന്ന പയ്യന സൂര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവനെ വിളിക്കും. ഇയാളിങ് വന്നേ. എന്താ നിന്റെ പേര്? ദിനേശൻ. ഞാനാ സാറിനെ വിളിച്ചത്. എന്താ നിന്റെ ജോലി? ഞാനൊരു മൊബൈൽ ഷോപ്പിലെ സെയിൽസ്മാനാ. നിനക്ക് സുധി അറിയാമോ? കണ്ടിട്ടുണ്ട്. സാറിന്റെ മകനാണെന്നും അറിയാം. നീ ചെയ്തത് വലിയ കാര്യമോ? എന്നാ ഞാൻ പോട്ടെ സാറേ. ഒന്ന് നിന്നേ. ഇതിരിക്കട്ടെ. ഇതെന്തിനാ സാറേ? നിന്റെ ഷർട്ടിൽ ചോരയൊക്കെ പറ്റിയതല്ലേ, ഒരു ഷർട്ട് വാങ്ങിച്ചോ. പിന്നെ വണ്ടി വിളിച്ചല്ലേ സുധിയെ കൊണ്ടുവന്നത്, എല്ലാറ്റിനും കൂടി നീ ഇത് വെച്ചോ. ഷർട്ടൊന്ന് വാഷ് ചെയ്താ ചോരക്കറ പോകും സാറേ. പക്ഷേ ഉപകാരത്തിന് വിലയിട്ട് വാങ്ങിയ ആ കറ മനസ്സിൽ നിന്ന് പോവില്ല. കാശ് കിട്ടുമെന്ന് മോഹിച്ചല്ല സുധി സാറിനെ ഞാനിവിടെ എത്തിച്ചത്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം അത്രേ ഉള്ളൂ. എന്തിനും പണം കൊടുത്ത് പരിഹാരം കാണാനേ സാറ് ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാവും ഞാൻ ചെയ്ത സഹായത്തിന് സാർ 2000 രൂപ വിലയിട്ടത്. എനിക്കിത് വേണ്ട സാറേ. ഇപ്പൊ വരാം കേട്ടോ. രേവതി, കല്യാണം മുടങ്ങിയപ്പോ കാർത്തിയാനി ചേച്ചി നമ്മളെ മറന്നു കരുതിയത്. ഒരു കല്യാണം മുടങ്ങിയെന്ന് വെച്ച് രായപ്പച്ചേന്റെ കുടുംബമായിട്ടുള്ള ബന്ധം ഇല്ലാണ്ടാവോ? ശ്യാമളേച്ചി, രാഘവനിപ്പോ എങ്ങനെയുണ്ട്? അത് പറയാതിരിക്കാ ഭേദം. നട്ടല് 16 പീസായില്ലേ. 6 മാസം ആശുപത്രി കിടക്കേണ്ടി വരും. ഇതിനേക്കാ ഭേദം മരിച്ചു പോകുന്നതാ. എന്തായാലും കഷ്ടമായി പോയി. അതവന്റെ വിധിയാ ശ്യാമളേച്ചി. വല്ലാത്തൊരു കയറ്റമായിരുന്നില്ലേ. വീട്, ലോറികൾ, വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കല്യാണ യോഗം മാത്രം ഇല്ലാതായി. നിനക്കതിനുള്ള ഭാഗ്യം ഇല്ലാതായി അർച്ചനെ. അല്ല, നിന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നേ? എന്തെങ്കിലും സൂക്കേട് പിടിച്ചോ? അത് പിന്നെ സങ്കടം കൊണ്ടാ ചേച്ചി. ഇവള് കാരണമാ രാഘവൻ ചേട്ടൻ ആക്സിഡന്റ് പറ്റിയെന്നാ ഇവള് പറയുന്നത്. കൊള്ളാം. അതിനിപ്പോ നീ എന്ത് പഴിച്ചു? ഇവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചതല്ലേ. അവിടെ ആരോ പറഞ്ഞത്രേ ഇവളുടെ ജാതകദോഷം കൊണ്ടാന്നു. അപ്പ തുടങ്ങിയ കരച്ചില. ഇതുവരെയും കണ്ണീര് തോർന്നിട്ടില്ല. കെട്ട് നടന്നെങ്കിൽ അത് പെണ്ണിന്റെ ദോഷം കണ്ടാന്ന് പറയാം. ഞാനങ്ങനെ വിശ്വസിക്കത്തില്ല. ഇത് അവന്റെ വിധി അല്ല. പിന്നെ മോൾക്ക് വിധിച്ചത് മറ്റൊരാളാ. അത് സമയാകുമ്പോ അങ്ങ് നടക്കും. അല്ല, ഇതെന്താ സഞ്ജീവായിട്ട് മാർക്കറ്റിൽ പോയിട്ട് വരുവാണോ? ഞാൻ ഇങ്ങോട്ട് തന്നെയാ വന്നത്. ശ്യാമളേച്ചി, ഒരു പ്ലേറ്റ് ഇങ്ങോട്ട് എടുത്തേ. എന്തിനാ? അതൊക്കെ പറയാം, എടുത്തോണ്ട് വാ.
വല്ലതും തിന്നാനാണോ ചേച്ചി? ഇങ്ങോട്ട് കയറി വരുമ്പോ കൈ വീശി വരാൻ പറ്റുമോ? ആ, ദാ പ്ലേറ്റ്. അയ്യോ മതി മതിയെന്നേ. ഇത്രേ ഉള്ളൂ. ഇതാ പിടിക്ക്. കടയിലുണ്ടാക്കിയ പലഹാരങ്ങളാ. എന്തൊരു രുചിയാ ചേച്ചി. അന്ന് കഴിച്ച കപ്പയുടെയും മീൻകറിയുടെയും സ്വാദ് ഇപ്പോഴും നാവിലുണ്ട്. നീ വല്ലപ്പോഴും അങ്ങോട്ട് വാ. തെന്മലയിന്നും ആര്യങ്കാവിന്നും ഒക്കെ എന്റെ കടയിൽ കപ്പയും മീനും കഴിക്കാൻ ആളുകൾ വരുന്നുണ്ട്. കഴിക്കും മോളെ അങ്ങോട്ട്. ഞാൻ പിന്നെ കഴിച്ചോളാം. നീ കഴിച്ചിട്ട് രുചിയുണ്ടോന്ന് പറ. ഞാൻ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുവന്നതല്ലേ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. ആ. അയ്യോ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അരയ്ക്കാനുള്ള അരി ഇടുന്ന് വണ്ടിക്കകത്തിരിക്കുക. പിന്നെ ഒരിക്കൽ വരാം. പോട്ടെ മോളെ. കാർത്തിയാനി ചേച്ചി, എന്താ പതിവില്ലാതെ പലഹാരങ്ങളുമായിട്ട്? ഞാനോ നിന്നോട് പറയണോ രായപ്പൻ ചേട്ടന്റെ മോളെ? ഞാൻ കൊണ്ടുവന്നതേ വ്യാക്കൂൺ പലഹാരമാ. 6 മാസം തികഞ്ഞാൽ രായപ്പച്ചൻ അവളെ കൊണ്ടു നിർത്തുന്നത് എന്റെ വീട്ടിൽ. ഞാൻ സുഖവരും അന്വേഷിച്ചു വരുന്നതിൽ തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ആ, നിനക്ക് എല്ലാ കാര്യവും അറിയാവുന്ന രായപ്പൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. എന്നാ പോട്ടടി. ശരി. അമ്മ കണ്ണൊന്ന് തുടയ്ക്ക്. വണ്ടി ഓടിക്കുമ്പോൾ ഇതൊക്കെ പതിവാ. സുധി, സുധി, നിനക്ക് എന്താണ് പറ്റിയത്? ഓ, ഒരു കോള് വന്നു, അതൊന്ന് നോക്കിയതാ. വണ്ടി ഓടിക്കുമ്പോ ഫോൺ എടുക്കരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളത്. എന്താടാ നിനക്ക് സംഭവിച്ചത്? നീ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. നീ കിടന്ന് ഒച്ചയെടുക്കണ്ട. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മിക്കവാറും നാളെ ഡിസ്ചാർജ് ചെയ്യും. 1.5 മാസം വീട്ടു തടഞ്ഞു, അത്രേ ഉള്ളൂ. നീ എത്ര നിസ്സാരമായിട്ടാ പറയുന്നത്? അമ്മ നിരഞ്ജനെ കൂട്ടി വീട്ടിലേക്ക് വയ്ക്കും. ഇവിടെ ശബരി മതി. നിന്നെ ഈ നിലയെ കണ്ടിട്ട് ഞാൻ എങ്ങനെ പോകും മോനെ? അതിന് മാത്രമുള്ള പരിക്കൊന്നും എനിക്കില്ല. സുധി പറയുന്നത് ശരിയാ. ഇവിടെ ഞാൻ മതി. ആന്റി നിരഞ്ജനെ വീട്ടിലേക്ക് ചെല്ലും. മോനെ, അത് പിന്നെ അമ്മ സദാ നേരം എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞാൽ എനിക്കൊന്നും മയങ്ങാൻ പോലും തോന്നില്ല. അങ്കിളിന്ന് വരുമോ? കുറച്ചു മുമ്പ് പോയത്. അച്ഛനോടൊന്ന് വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിരഞ്ജന അമ്മയും കൂട്ടി ചെല്ല്. രാവിലെ വന്നാൽ മതി. ഞാൻ പോയില്ല സുധി. അതിനുവേണ്ടി സുധി എന്നെ നിർബന്ധിക്കുകയും വേണ്ട. എല്ലാരും കൂടെ ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. എന്നാ പിന്നെ ശബരി അമ്മ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വാ. എന്നാ ആന്റി വാ. രാവിലെ അമ്മ വരാം മോനെ. മനസ്സില്ലാതെയാ ഞാൻ പോകുന്നത്. അമ്മ ചെല്ല്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചേക്കാം. നേരത്തെ അമ്മയുടെ നാവിന്നൊരു വാചകം വീണു. സുധിക്ക് ആരുടെയോ ശാപം കിട്ടിയിട്ടുണ്ടെന്ന്. അമ്മ ആരെയും ഉദ്ദേശിച്ചെന്ന് നിരഞ്ജനയ്ക്കും അറിയാമല്ലോ. കേട്ടത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അർച്ചനയ്ക്ക് ആരെയും ശപിക്കാൻ കഴിയില്ല. ആരെയും. വലതുകാരനൊരു ഫ്രാക്ചർ ഉണ്ട്. ഏയ് വേണ്ട വേണ്ട, അവനെ ഉടനെ ഡിസ്ചാർജ് ചെയ്യും. ആ, അതിന് മാത്രമൊന്നുമില്ല. ശരി. ആരാ വിശ്വട്ടാ? മേനോ സാറാ. ആരോ വിളിച്ചു പറഞ്ഞു. നിരഞ്ജൻ അവിടെ നിൽക്കാന്ന് ശാഠ്യം പിടിച്ചിട്ടാ ഞാനിങ്ങി പോകുന്നത്. ആ, അതല്ലേ അതിന്റെ ശരി. അവൻ അവിടെ ആക്സിഡന്റ് ആയി കിടക്കുമ്പോ അവൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ?
അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങി. 2 മാസം കഴിയാതെ സുധിക്കിന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതൊരു ദൈവശിക്ഷ വിശ്വേട്ടാ. 18 വയസ്സ് മുതൽ അവൻ വണ്ടി ഓടിക്കുന്നതാ. ഇന്നുവരെ അവനിൽ നിന്ന് ഒരു കയ്യബദ്ധവും പറ്റിയിട്ടില്ല. വണ്ടി മതിലിൽ കൊണ്ടിടിക്കാൻ എന്താ കാരണം? അശ്രദ്ധ, അല്ലാതെന്താ? വണ്ടി ഓടിക്കുമ്പോ കോൾ വന്നല്ലേ അവൻ പറഞ്ഞത്. വിശ്വേട്ടൻ അങ്ങനെ പറയാം. സുധിയെ കുറ്റപ്പെടുത്തി എനിക്ക് ആശ്വസിക്കാൻ പറ്റില്ല. അടിച്ചിട്ട പോലെ അവൻ വീണത്. സുധി നിരപരാധിയാണെങ്കിലും അവൻ കാരണം ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന വേദന എത്ര വലുതാ. അവളുടെ കണ്ണു തോർന്ന ഒരു നിമിഷം പോലും ഉണ്ടാവില്ല. ആ കണ്ണീരിന് വില കൊടുക്കേണ്ടത് നമ്മളല്ലേ? ജയന്തി സംസാരിച്ച് കാട് കയറണ്ട. വിശ്വേട്ടൻ ഇപ്പോഴും അതൊരു നിസ്സാര വിഷയമാണല്ലേ? അങ്ങനെയല്ല വിശ്വേട്ട. നമ്മുടെ മകന്റെ ആദ്യത്തെ പെണ്ണാ അവള്. ജയന്തി, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അവനൊരു താലിച്ചരട് അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. അർച്ചനയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ പുരുഷൻ സുധിയാ. എനിക്കൊരു കാര്യം മനസ്സിലായി. അർച്ചനയുടെ മനസ്സ് തേങ്ങുമ്പോ എന്റെ മോന് നമ്മൾ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടില്ലെന്ന്. ഒരു ശാപം പോലെ അവളുടെ കണ്ണുനീര് അവനെ പിന്തുടരും. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിത് കേട്ടുന്ന ഭ്രാന്ത് പിടിക്കും. അച്ചുവേച്ചി ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ മോളെ? ചായ കുടിക്കുമ്പോ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്ന കാര്യം അമ്മ അച്ഛനോട് പറഞ്ഞു. ഇന്ന് തന്നെ അച്ചുവേച്ചി ചെക്കപ്പിന് കൊണ്ടുപോകാൻ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു. എന്തിനി എപ്പോഴാ? ഇപ്പൊ 8 മണിയല്ലേ ആയുള്ളൂ. അച്ഛൻ ഇങ്ങനൊരു മനസ്സ് വരുമെന്ന് ഞാൻ കരുതിയതല്ല. 2 മാസമായിട്ടും കുഞ്ഞിനു വേണ്ടി അച്ചുവേച്ചി ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. അന്ന് പോയത് വേറെ ലക്ഷ്യം മനസ്സിൽ വെച്ചല്ലേ. ചെക്കപ്പൊന്നും നടത്തിയില്ലല്ലോ. മോൾ പറഞ്ഞത് ശരിയാ. 1-ാം മാസം തൊട്ട് ഡോക്ടറെ കാണേണ്ടതാ. ഇതിപ്പോ വൈകിട്ടൊന്നുമില്ല. ഇനി താമസിക്കാനും പാടില്ല. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞതല്ലേ. ഇനിയെങ്കിലും ഡോക്ടറെ കുറിച്ച് തരുന്ന മരുന്നൊക്കെ കഴിക്കണം. അച്ചുവേച്ചി ആലോചിച്ച് നിൽക്കാതെ വാ. കുഞ്ഞമ്മ എന്ത് പറഞ്ഞു? അച്ചുവേച്ചിയോട് വേഗം റെഡിയാവാൻ പറഞ്ഞു. വാ അച്ചുവേച്ചി, നമുക്ക് ഒന്നിച്ചു പോവാം. ആര്യങ്കാവ് വരെ ഞാനും ഉണ്ട്. വെളുപ്പിനെയാ സുധിയൊന്ന് മയങ്ങിയത്. വിളിച്ചുണർത്താതിരുന്നത് അതുകൊണ്ടാ. എഴുന്നേക്ക്, ചായ കുടിക്കാം. എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നിരഞ്ജനയ്ക്കാവില്ല. അതാ ശബരി ഇവിടെ നിൽക്കട്ടെന്ന് ഞാൻ പറഞ്ഞത്. വീട്ടിലേക്ക് പോയാൽ അവിടെ ശബരി വരുമോ? അവിടെ ചെന്ന സുധിയെ ശുശ്രൂഷിക്കാൻ ഞാനല്ലേ ഉണ്ടാവത്തുള്ളൂ. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ കഴിയാത്തോണ്ടാണോ ഈ വീർപ്പ് മുട്ടൽ? എന്തിനാ ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നേ? ഇതൊരു വല്ലാത്ത വിധി തന്നെയാ. എന്നെ ഉദ്ദേശിച്ചാണോ? ഞാൻ എന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞതാ. സ്വയം വരുത്തി വെച്ചതല്ലേ. കാർ ഓടിക്കുമ്പോ സുധിയുടെ മനസ്സ് മറ്റെവിടെ ആയിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കിടക്ക, ഞാൻ ചായ എടുക്കാം. എന്റെ വീഴ്ച നിരഞ്ജന ആഘോഷിക്കുകയാണല്ലേ. നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? എനിക്കെങ്ങനെ സുധിയുടെ വീഴ്ച ആഘോഷിക്കാൻ പറ്റുന്നേ? നാളെ എനിക്കൊരു അപകടം വരാം. അന്നെന്നെ സഹായിച്ച് കടമ തീർത്താൽ മതി. മതി.
ഒരു പെണ്ണ് പുതിയൊരു വീട്ടിൽ വന്ന് ഒരാഴ്ച തികയും മുമ്പ് ഭർത്താവിൻ്റെ ഒരു അപകടം വന്ന വീട്ടുകാർ പെണ്ണിനെ പഴിക്കും. ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പഴി കേൾക്കാൻ പാവ അർച്ചനയും. കല്യാണം കഴിഞ്ഞു പോയിട്ടും സുധിയുടെ വീട്ടുകാർ അവളെ ഇപ്പോഴും പിന്തുടരുന്നത് എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. പേഷ്യന്റിനെ വിളിക്കാം. ശരി മാഡം. ഇരിക്കും. ഞാനും മോളും ഒരു വട്ടം ഡോക്ടറെ കാണാൻ വന്നിരുന്നു. ഓർമ്മയുണ്ട്. അങ്ങനെ പെട്ടെന്ന് മറന്നു കളയാൻ പറ്റുന്ന കേസല്ലല്ലോ. എന്താ വീണ്ടും? പിന്നെ വേറൊരു ആശുപത്രിയിലും ഞങ്ങൾ പോയില്ല. കുഞ്ഞിനേക്കാൾ ഞങ്ങൾക്ക് വലുത് ഇവളുടെ ജീവനാ. പിന്നെ വിധി പോലെ നടക്കട്ടെ എന്ന് കരുതി. ഇപ്പൊ എത്ര മാസമായി? 4. ആഹാ, പിന്നെന്താ 3-ാം മാസം വരാതിരുന്നേ? നല്ല കെയർ വേണോന്ന് ഞാൻ പറഞ്ഞതല്ലേ. എഴുന്നേറ്റ് വാ. ചെല്ല്. കിടക്ക്. കുഴപ്പമൊന്നുമില്ല. പാവങ്ങളത് വിശ്വസിച്ചല്ലേ. തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. എന്താ പുതിയ പരിപാടി? 6 മാസം വരെ വീട്ടിൽ കഴിച്ചുകൂട്ടാന്നാ. എന്നിട്ടോ? അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുന്ന ചിറ്റപ്പൻ പറഞ്ഞു. പ്രസവം കഴിഞ്ഞാലുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ. അതിന് പറ്റില്ല. കുഞ്ഞിനെ ഒരു ഓഫനേജിന് കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. അതിനാണോ താൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മാഡം. ആ ഹോസ്പിറ്റലിലും മാഡത്തെ പോലൊരു ഡോക്ടർ ഉണ്ടാവും. എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കുകയും ചെയ്യും. എഴുന്നേക്ക്. അപ്പോ ഡെലിവറി ഇവിടെയല്ലേ? 6 മാസം കഴിഞ്ഞ് ചിറ്റപ്പൻ എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ കുറച്ച് ദൂരെ ആവും. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല മാഡം. 2 മാസം കൂടി സൂക്ഷിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നും അർച്ചനയ്ക്കില്ല. കഴിയുമെങ്കിൽ ഡെലിവറിക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ നോക്ക്. കുഞ്ഞിനെ നഷ്ടപ്പെടാതെ ഞാൻ നോക്കണം. ആരെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഞാനൊരു ജോലിയും തരപ്പെടുത്തി തരാം. ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാർഡ് തരാം. എന്താവശ്യമുണ്ടെങ്കിലും അതിലേക്ക് വിളിക്കാൻ മടിക്കരുത്. ആദ്യമായിട്ടാ സ്നേഹത്തോടൊരാള് എന്നോടൊരു വാക്ക് പറയുന്നത്. അർച്ചനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ധൈര്യത്തോടിരിക്കെ. ദൈവം കൂടെ ഉണ്ടാവും. ഞാനിപ്പോ എന്റെ ദൈവത്തെ കാണുന്നത് മാഡത്തിന്റെ രൂപത്തിലാണ്. വാ, ടാബ്ലറ്റ് കുറിച്ച് തരാം. ആ രേവതിയോ? അകത്തോട്ട് കയറുക. വാ. കുറേ ദിവസമായി ആകെ തിരക്കായിരുന്നു രേവതി. കൊട്ടാരക്കരയിലെ വീട് പണി നടക്കല്ലേ, ഞാൻ അവിടെയായിരുന്നു. കാണാൻ എത്രമാത്രം കൊതിച്ചെന്നോ. സജി എന്തിനാ വാതിലടിച്ച് കുറ്റിയിട്ടത്?
അത് പിന്നെ അമ്മ ഇവിടെ ഇല്ല. വേറെ ആരെങ്കിലും വന്നാലോ? അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. കള്ളത്തരം കാണിക്കുന്നവരല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. നമ്മള് വാതിലും അടച്ച് അകത്തിരുന്ന പ്രമീള ചേച്ചി എന്നെ പറ്റി മോശമായി കരുതില്ലേ? അമ്മ എന്ത് കരുതാനാ? നമ്മൾ ഇഷ്ടത്തിലാന്ന് ഞാനങ്ങ് പറയും. ഇനിയിപ്പം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെന്താ? ജനുവരിയിൽ അച്ഛൻ വരാൻ പോവല്ലേ, വന്നാലുടൻ നമ്മുടെ കല്യാണം. സജി എന്നെ പറ്റി പ്രമീള ചേച്ചിയോട് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഞാനൊരു ഹിന്റ് ഇട്ടോ, രേവതി നല്ല കുട്ടിയല്ലേന്ന്. അപ്പൊ അമ്മ പറയാ അച്ഛൻ വരുന്നത് വരെ അമ്മ കാത്തിരിക്കുകയാന്ന്. പ്രമീള ചേച്ചിയുടെ പെരുമാറ്റത്തിൽ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ. എന്നോട് പ്രത്യേകമായൊരു അടുപ്പം ഇപ്പൊ ഉണ്ട്. ഇനിയിപ്പം 2 മാസത്തിനകം നീ എന്റേതാവില്ലേ? യോ പ്രമീള ചേച്ചി, അമ്മേ, ഇത്രേ ഉള്ളൂ ആണിന്റെ ധൈര്യം. സജി ഒന്ന് ക്ഷമിക്ക്. ഈ വീട്ടിൽ സജിക്കൊപ്പം എപ്പോഴും ഞാനുണ്ടാവും. സമ്മതിച്ചു. പിന്നെ എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. സജി എന്തിനാ ഇനിയും എനിക്ക് ഗിഫ്റ്റ് തരുന്നേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ? ഞാനിപ്പോ നിനക്ക് ഗിഫ്റ്റ് വാങ്ങുന്നതിലും നീ അത് സ്വീകരിക്കുന്നതിലും കിട്ടുന്ന സന്തോഷം കല്യാണം കഴിഞ്ഞാൽ കിട്ടുമോ? അതുണ്ടാവില്ല. നിന്നെ മുറിയിലേക്ക് വിളിക്കുന്നില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ എടുത്തിട്ട് വരാം. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ചുരിദാറാ. ചുരിദാറോ? അതേന്ന്. ഞാനിത് വാങ്ങിയതിന് ഒരു കാരണമുണ്ട്. ഈ ചുരിദാറിട്ട് നീ നിൽക്കുന്നൊരു ഫോട്ടോ എനിക്ക് അച്ഛൻ അയച്ചു കൊടുക്കണം. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് എന്റെ വീട്ടുകാർ ചോദിച്ചാ? തയ്യൽ പഠിപ്പിച്ചതിന് അമ്മ വാങ്ങിച്ചു തന്നെന്ന് പറയണം. അത് കൊള്ളാം. നീ ചെന്ന് ഈ ചുരിദാർ ഇട്ടോണ്ട് വാ. നിന്റെ 2-3 ഫോട്ടോസ് എടുത്ത് എനിക്ക് അച്ഛന് വാട്സാപ്പ് ചെയ്യണം. നാളെ ഞാൻ ഈ ചുരിദാർ ഇട്ടോണ്ട് വരാം. അമ്മ ഇവിടെ ഉള്ളപ്പോ എങ്ങനെ എനിക്ക് നിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റും? രേവതി, ഇനി ഒന്നിനും സമയമില്ല. അച്ഛൻ ഇങ്ങ് വരാൻ പോവാ. അച്ഛൻ ലീവിന് എത്തുന്നതിന് മുമ്പ് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവണം. അമ്മ വരുന്നതിന് മുമ്പ് നീ ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ചെല്ല് രേവതി. മുറി കയറി വാതിലെ കുറ്റിയിട്ട് ഡ്രസ്സ് മാറാൻ പേടിക്കുന്നത് എന്തിനാ? ചെല്ല്.